ആരെങ്കിലും എപ്പോഴും അമിതമായി അധികമായി ദുആ ചെയ്താൽ ഖാലത്തിൽ മലായിക മാലാകമാര് പറയുമത്രേ സൗത്തും മഅറൂഫ് വദുആഉം മുസ്തജാബ വഹാജത്തും മഖ്ളിയ. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമാണ്, അല്ലാഹ്ക്ക് ആഗ്രഹിക്കുന്ന, അല്ലാഹ് അനുഗ്രഹിക്കുന്ന ശബ്ദമാണ്. കാരണം നീ അല്ലാഹുവിനോട് യാചിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി, കെഞ്ചുകയാണ് കരുണയ്ക്ക് വേണ്ടി, പൊട്ടിക്കരയുകയാണ് കരുണയ്ക്ക് വേണ്ടി. ആ കരുണ അല്ലാഹു നിനക്ക് നൽകണമെങ്കിൽ ഫമൻ അക്സറ ദുആ, അധികമായി അമിതമായി ദുആ ചെയ്യണേ. ഒരു കുഞ്ഞ് കൂടുതൽ നേരം കരയുമ്പോ ചെറിയ തോതിൽ കരഞ്ഞാൽ തള്ള വന്ന് മെല്ലെ മെല്ലെ ഒന്ന് തട്ടി നോക്കൂ. ഇല്ല, കരച്ചില് നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ അവസാനത്തെ പണി ആ മുലപ്പാൽ എടുത്തു വെച്ചു കൊടുക്കലാണ്. അതോടുകൂടി ആ കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെയാകണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളുമെല്ലാം തന്റെ റബ്ബിനോട് പറയണേ. തന്റെ റബ്ബിനോട് അധികമായി അമിതമായി പറയണേ. ചെറിയ തോതിൽ പറഞ്ഞു നിർത്തരുതേ, ഒരു പ്രാവശ്യം കൊണ്ട് ചുരുക്കരുതേ, വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കണേ. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ഈ സമുദായത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു വന്നില്ല. അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർദ് മിനൽ കാഫിരീന ദയ്യാറാ. ഈ ഭൂലോകത്തൊരു അഹങ്കാരികളെ വെച്ചു പൊറുപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇജാബത്ത് കിട്ടുന്നത് വരെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം അവരെ തേടിയെത്തിയില്ലേ. വയസ്സനായ സക്കറിയാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സക്കറിയാ നബി വന്യവയോധികനാണ്. 80 വയസ്സോളമായി ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസമല്ല, 100 ദിവസത്തോളം ദുആയോടെ ദുആയാ. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, ഞാൻ വയസ്സനായതുകൊണ്ട്, കിഴവനായതുകൊണ്ട് എന്റെ ദുആ ഞാൻ ഇവിടെ നിർത്തുന്നില്ല. അല്ലാഹ്, നീ എനിക്ക് തരുന്നത് വരെ നിന്നോട് സമരത്തിലാണ്, നിന്നോട് ചോദ്യത്തിലാണ്, നിന്നോട് കണ്ണുനീരോടുകൂടി ഈ വിനീതൻ യാചിക്കുമത്രേ അല്ലാഹ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ തരണമേ അല്ലാഹ്. 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി കുട്ടികളില്ലാത്ത ദമ്പതികള് ദുആ ചെയ്ത് മടുത്തു. പിന്നെ ചികിത്സയായി 5 വർഷം, അതിലും മടുത്തു. പിന്നെ ദുആ മറ്റുള്ളവരെ കൊണ്ട് 5 വർഷം ചെയ്യിപ്പിക്കും, അതിലും മടുത്തു. പിന്നെ നിരാശനായി. ആരെങ്കിലും ദുആ പറഞ്ഞു കൊടുത്താ, പോടോ മനുഷ്യ, ഞാൻ 8 വർഷം ദുആ ചെയ്തിട്ട് ഗുണമില്ല. തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പീര് 5 വർഷം അവരെ കൊണ്ട് ദ്വാരപ്പിച്ച് ഒരു ഗുണവുമില്ല. സദഖ ചെയ്, 7 വർഷം സദഖയും ചെയ്ത് ഒരു ഗുണവുമില്ല. നിരാശനായില്ലേ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാത്തവൻ ദ്വാരക്കുന്നുണ്ടോ? ഇപ്പൊ മടുത്ത്. നമ്മൾ അങ്ങനെയാണ്, നിരാശരാണ്. ആദ്യമൊക്കെ നോക്കും, കുറച്ചൊക്കെ നോക്കും, ഇത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ മടുത്തു. ആ മടുപ്പ് വരുമ്പോഴായിരിക്കും അള്ളാന്റെ ഭാഗത്ത് സഹായം വരുന്നത്. ഒരിക്കലും മടുക്കാൻ പാടില്ല. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലല്ല, ഞാൻ ഖബറിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ നിന്നോട് ചോദിക്കും അല്ലാഹ്. ഒന്ന് അങ്ങനെ ഒരു വാശിയെടുത്ത് നോക്ക്, നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറില്ല. ഭർത്താവ് ഐസിയുലാണ്, ഭാര്യ കരയാണ്, ദുആ അല്ല, കരയാണ്. എന്റെ ഇച്ഛ പോകും, എന്റെ ഇച്ഛ മരിച്ചു പോകും, ആ വിഷമത്തിൽ കരയാണ്. അതല്ലാതെ അള്ളയോട് കരഞ്ഞോട് ദ്വാര നോക്ക്. ഒന്ന് പൊട്ടിക്കര, റബ്ബേ നിന്റെ തീരുമാനമാണ്, മരിക്കലും ജീവിക്കലും ഒക്കെ നിന്റെ തീരുമാനമാണ്. പക്ഷെ എങ്കിലും എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഇച്ഛ കാഫിയത്തോട് ദുആ ചെയ്യ്. നിസ്കരിച്ച് ദുആയോടെ ദുആ ചെയ്യ്.
റസൂൽ പറഞ്ഞ വാക്കല്ലേ ഇത്? മൻ അക്സറ ദുആ ഖാലത്തിൽ മലായിക സൗതും മഅറൂഫ് വദുആഉം മുസ്തജാബ വഹാജത്തും മഖ്ദിയ. എല്ലാം സാധിക്കുന്ന പറഞ്ഞത്. നിന്റെ ഹാജത്ത് കബൂലാവുന്നു, നിന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്ന്. നമ്മൾ ദുആ ചെയ്യുന്നില്ലല്ലോ. കുറച്ച് 10 മിനിറ്റ് 5 മിനിറ്റ്. ഇപ്പൊ തന്നെ ഈ വാള് ഞാനിപ്പോ നിർത്തിയ ദുആക്ക് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് പോകും, ഉറപ്പല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഒന്ന് നിർത്തി നോക്ക്. ആഖിർ ദഅവാന ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞ് വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് പോകും, പകുതിയിൽ കൂടുതൽ എഴുന്നേറ്റ് പോകും. എന്നിട്ട് ഓക്ക് വയ്യ, ഓൾക്ക് വയ്യ, ജോർക്ക് ജോലിയില്ല, ഒക്കെ ജോലിയില്ല, പുറയിൽ ഭയങ്കര പ്രശ്നം, കുട്ടികളില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല. ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് ആലിമ്യങ്ങള് സാദാത്തുക്കളും മഹാന്മാരിക്കുന്ന സദസ്സിൽ ദ്വാരത്തുമ്പോഴല്ലേ റഹ്മത്ത് കിട്ടുള്ളൂ. എല്ലാവരും അങ്ങനെ റഹ്മത്തിട്ട് അള്ളാന്റെ കാരുണ്യം. എങ്ങനെ റഹ്മത്ത് കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ചോദിച്ചു, ഇഷ്ടംപോലെ ചോദിക്കും, നിർത്തല്ല. നിന്റെ കൂടുതൽ ചോദിക്കുമ്പോൾ അറിയാം അവന്റെ ആഗ്രഹം അവനുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരാളോട്, നമ്മളൊരു സാറിനോടാകട്ടെ, ഒരു ഉസ്താദിനോടാകട്ടെ, ഒരു തങ്ങന്മാരോടട്ടെ, എപ്പോഴും പോകുമ്പോൾ ഇവ നമ്മളോട് ഒരു തിരിപ്പിരിച്ചുള്ളവനാണ്, അപ്പൊ ഇവന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാകും. ഇവനെപ്പോഴും നമ്മള് ഇതിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നാൽ വലിയ മൈൻഡിൽ എന്നതുപോലെ എപ്പോഴും ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ നിങ്ങൾ നിരാശരാകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. സകലമാന പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. നിരാശരാകാൻ പാടില്ല. ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്ന് വരെ അവൻ ചെയ്ത ദുആ സ്വീകരിക്കും, പിന്നീട് അവന്റെ ദുആ സ്വീകരിക്കുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കില്ല ഉസ്താദേ, നമ്മളെ ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല ഉസ്താദേ എന്ന് പറഞ്ഞോ, അന്ന് പോലെ നിന്റെ ദുആ പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റഹ്മത്തിലൂടെ, അള്ളാഹുവിന്റെ കരുണയോട് നമുക്ക് ഇഷ്ടമില്ല, വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണത്. വിശ്വാസമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ചോദിക്ക്, വർഷങ്ങളോളം ചോദിക്ക്, വല്ലാഹി സത്യം ചോദിക്ക്, അള്ളാഹു തരും. ഹദീസില്ലേ, അള്ളാഹുവും പറഞ്ഞ വാക്കല്ലേ, റസൂലുള്ളാഹി പറഞ്ഞ വാക്കല്ലേ, വിശ്വസിച്ചൂടെ? ചോദിച്ചുകൊണ്ടേയിരിക്കെ. നമ്മളൊരു സർക്കാർ ഓഫീസിൽ ഒരു പേപ്പർ വേണം, ഒരു ഒപ്പ് വേണം, അല്ലെങ്കിൽ ഇന്നൊരാളുടെ വ്യക്തി തിരുവനന്തപുരത്ത് പോകും, യാത്ര ചെയ്ത് തിരുവനന്തപുരം വരെ പോകും. അവർ അടുത്ത ആഴ്ചയും പോകും, പിന്നെയും പോകും. നമ്മുടെ വസ്തു ജാഗയൊക്കെ പോക്കുവരവ് ചെയ്യാം. പോക്കുവരവ് എന്നൊരു സാധനം ഉണ്ട് ഇവിടെ, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതിന്റെ പേര് തന്നെ എന്താ? പോവുക വരിക. ഒറ്റ ട്രിപ്പിലൊന്നും പോയാൽ അത് ക്ലിയർ ആയി കിട്ടൂല. കിട്ടോ ഉസ്താദേ? ഇല്ല. കിട്ടോ? അതിന്റെ പേര് തന്നെ പോക്കുവരവ് വെച്ചേക്കുന്നതിനാ. പോയി അവർ പറയും നാളെ വരി, പോവാ, അടുത്ത ആഴ്ച വരി, പോവാ, 2 ദിവസം കഴിഞ്ഞിട്ട് വരി, 2 ആഴ്ച കഴിഞ്ഞ് വരി, 3 ആഴ്ച കഴിഞ്ഞ്, ഇങ്ങനെ പോക്ക് വരവ് തന്നെ. സഫ മർവ. എന്റെ വില പോക്ക് വരവ്. ഇങ്ങനെ കയറി ഇറങ്ങിയാലേ നമുക്ക് അത് കിട്ടുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി എത്ര കയറി ഇറങ്ങണം? ദുബായിൽ ഒരു ജോലിക്ക് വേണ്ടി എത്ര മണിക്കൂർ പോകണം? എത്ര ദിവസം കിടക്കണം? എത്ര വിസ എടുക്കണം? എത്ര വിസിറ്റിംഗ് വിസ എടുക്കണം? എത്ര കമ്പനി അറ്റൻഡ് ചെയ്യണം? അപ്പോഴറിയാ കിട്ടുക. 1-2 കൊണ്ടാവും നിർത്തരുത്. അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു പറയുന്നത്. ആരുടെ ദുആ അധികരിപ്പിക്കുന്നുവോ ഖാലത്തിൽ മലായിക, മാലാഖമാര് പറയുമത്രേ, നിന്റെ ദുആയ്ക്ക് ഉത്തരം ഇതാ ലഭിച്ചിരിക്കുന്നു. ദുആയ്ക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ ദുആ ചെയ്യണം എപ്പോഴും അങ്ങനെ, അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബിയല്ലു വജൂഹു ഔലിയായിക വലാ തസ്വദ്ദ യൗമ തസ്വദ്ദു വജൂഹു അഅദായിക. പടച്ചവനേ,
എന്റെ മുഖത്തെ നിന്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മുഖം പ്രസന്നമാക്കുന്നത് പോലെ എന്റെ മുഖത്തെയും നീ പ്രസന്നമുള്ളതാക്കണമേ അല്ലാ. മഹാന്മാരൊക്കെ പറയുന്നു, ഒളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒളുവ് മുഖത്തേക്ക് വെള്ളം മുഖം കഴുകുമ്പോൾ ഈ ദുആ നിങ്ങൾ ചെയ്യണം. ശാഫി മദ്ഹബ് അനുസരിച്ച് ഒളുവെടുക്കുമ്പോൾ നമ്മൾ നിയത്ത് ചെയ്യുന്നത്, നമ്മൾ ആ നിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് ദുആ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ലു വുജൂഹു ഔലിയായിക വലാ തുസവ്വിദ് വജ്ഹി ബിളുൽമാതിക യൗമ തസ്വദ്ദു വുജൂഹു അദായിക. അല്ലാഹുവേ, നിന്റെ നൂറ് കൊണ്ട്, നിന്റെ പ്രകാശം കൊണ്ട് എന്റെ മുഖത്തെ നീ പ്രസന്നമാക്കണമേ അല്ലാ. നാളെ നിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ആരിഫീങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കുന്നത് പോലെ എന്റെ മുഖത്തെയും നീ പ്രകാശമുള്ളതാക്കണമേ റബ്ബേ.